തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പ്രവർത്തകർ പ്രചാരണത്തിൽ സജീവമായില്ല എന്നുള്ള പരസ്യ വിമർശനമാണ് ഉയർത്തിയത് യു പ്രതിഭ. പ്രതിഭയ്ക്കെതിരെ നടപടിക്കാണിപ്പോൾ CPIM-ന്റെ നീക്കം. യു പ്രതിഭയുടേത് ഗുരുതര അച്ചടക്ക ലംഘനം എന്നുള്ളതാണ് വിലയിരുത്തൽ. തരം താഴ്ത്തലോ താക്കീതോ നൽകും. പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിൽ MLA പരാജയമാണെന്നും തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട പാർട്ടി അംഗങ്ങളെ തള്ളിപ്പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. അസംബന്ധമാണ്. തോറ്റു കഴിയുമ്പോൾ എന്തും വിളിച്ചു പറയുന്നത്. അവിടുത്തെ ആളുകൾ നല്ലപോലെ പണിപ്പെട്ടതിന് ശേഷമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയി. പാർലമെന്റ് സ്ഥാനത്ത് ഇവരെല്ലാം അവിടുത്തെ MLA 10 വർഷമായിട്ട് അവിടെ MLA അല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ 3ാം സ്ഥാനത്ത് പോയത്? കായംകുളം മണ്ഡലം അത് ആരുടെ കുഴപ്പം കണ്ട ആ 3ാമത് പോയതിനൊരു അവർക്കില്ലേ. എന്നിട്ട് ഇപ്പം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വർത്തമാനം പറയുന്നത് അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. തോറ്റത് പത്തിയൂരായാലും ശരി, ചെട്ടികുളങ്ങര ആയാലും ശരി, നഗരസഭയിലായാലും ശരി, അവിടെയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. കുറവ് വന്നാൽ എന്താ, നമുക്ക് LDF-ന് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ എഴുതി തന്ന വോട്ട് തന്നെ മാറി ചെയ്തിരിക്കുന്നു. ആ മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ആരോടുള്ള പ്രതിഷേധമാണ്? പാർട്ടിയോടുള്ള പ്രതിഷേധമാണോ? ഈ സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധമാണോ? അത് എങ്ങനെയാണ് സംഭവിച്ചത്? ആ പ്രതിഷേധം വോട്ട് പോയത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നു. മനീഷ് മൈബാലിനോട് ചോദിക്കാം. മനീഷ്, അപ്പോൾ കായംകുളത്ത് മുൻ MLA-യും ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും പരസ്പരം തുറന്നു പറയുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ സ്വയം വിഴുപ്പലക്കുകയാണ്. നിയമസഭയിൽ ഇത്തവണ പരാജയപ്പെട്ടു, ലോക്സഭയിൽ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആരോപണങ്ങൾ ഇരു കൂട്ടരും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ, കായംകുളം CPM-നുള്ളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? യു പ്രതിഭയ്ക്കെതിരെ നടപടിക്കൊക്കെ സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെ കായംകുളത്ത് പരാജയപ്പെട്ട LDF-ന്റെ സ്ഥാനാർത്ഥിയും CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള യു പ്രതിഭ നടത്തിയിട്ടുള്ള പരസ്യ പരാമർശം അത് വലിയ കടുത്ത അച്ചടക്ക ലംഘനമായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ യു പ്രതിഭയ്ക്കെതിരെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പടനീക്കം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായ പക്ഷേ പാർട്ടി യു പ്രതിഭയ്ക്ക് അതിനോട് സംബന്ധിച്ചുള്ള വിശദീകരണം അടുത്ത ദിവസം ചോദിക്കും. അതായത് അടുത്ത ദിവസം ചേരുന്ന ജില്ലാ നേതൃയോഗത്തിൽ യു പ്രതിഭയുടെ ഇത്തരത്തിൽ നടത്തിയ പാർട്ടിക്കെതിരെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ നടത്തിയ കാര്യത്തിൽ വിശദീകരണം ചോദിക്കും. വിശദീകരണത്തിന് ശേഷം തരം താഴ്ത്തലോ അല്ലെങ്കിൽ താക്കീതോ യു പ്രതിഭയ്ക്ക് നൽകും. യു പ്രതിഭ പറഞ്ഞിട്ടുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിൽ ആരും നടത്താത്ത പരാമർശങ്ങളാണ്. സംസ്ഥാനത്ത് സിറ്റിംഗ് MLA മത്സരിച്ചതിൽ ഭൂരിഭാഗം പേരും തോറ്റുപോയിട്ടും അത്തരത്തിൽ ആരും പങ്കുവയ്ക്കാത്ത ഒരു പരാതിയാണ് നിലവിൽ യു പ്രതിഭ പങ്കുവയ്ക്കുന്നത്. അതിൽ പാർട്ടി പ്രവർത്തകരടക്കം രാത്രിയും പകലും പണിയെടുത്ത മണ്ഡലമാണ് കായംകുളം. 220 ബൂത്തുകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അഹോരാത്രം പണിയെടുത്ത പാർട്ടി പ്രവർത്തകരെ തള്ളിപ്പറയുന്നതാണ്. ഈ രീതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലെയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചില്ല. പാർട്ടി കോട്ടകളിലടക്കം വലിയ വിള്ളലുണ്ടായി എന്ന പരാമർശമാണ് ഇവിടെ യു പ്രതിഭ നടത്തിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. അവിടെ ആദ്യ കൂടുതൽ വോട്ടുണ്ടായിരുന്നത് കോൺഗ്രസിനും UDF-നും, പിന്നീട് അതിനുശേഷം 2ാം സ്ഥാനത്ത് NDA, 3ാം സ്ഥാനത്തായിരുന്നു അവിടെ LDF ഉണ്ടായിരുന്നത്. ആ സമയത്ത് പല പാർട്ടി കോട്ടകളിലും ഇതിനേക്കാൾ വലിയ വിള്ളലുണ്ടായി. അതായത് പത്തിയൂര് പോലെയുള്ള പാർട്ടി കോട്ടയിൽ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1500 വോട്ടാണ് നഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അന്നില്ലാത്ത പരാതി എന്തുകൊണ്ട് ഇപ്പോഴിതാ യു പ്രതിഭ പങ്കുവയ്ക്കുന്നു? അതിന് മറ്റൊരു ദുരുദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോയുള്ള പ്രവർത്തനം നടത്താൻ യു പ്രതിഭ പരാജയപ്പെട്ടു. പ്രവർത്തകരും പാർട്ടിയും യു പ്രതിഭയും മറ്റൊരു തട്ടിലേക്ക് നീങ്ങാൻ ഇത് കാരണമായി എന്നടക്കമുള്ള വലിയ വിമർശനം നിലവിൽ നേതൃത്വത്തിനുണ്ട്. അങ്ങനെ 220 ബൂത്തുകൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനം മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ട് പോലും യു പ്രതിഭയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാതെ പോയത് സ്ഥാനാർത്ഥിയുടെ പ്രശ്നം കൊണ്ടാണെന്നുള്ള ഒരു വിശകലനം പാർട്ടിക്കുണ്ട്. കാരണം കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ 2 ടേം മത്സരിച്ച് ജയിച്ച ആളാണ്, 10 വർഷം അടുത്ത് MLA ആളാണ് യു പ്രതിഭ. വലിയ വിമർശനം യു പ്രതിഭയ്ക്കെതിരെ ഉണ്ടായിരുന്നു. ഇത്തവണ മത്സരിച്ചാൽ ജയിക്കില്ല എന്നടക്കമുള്ള വിമർശനം അല്ലെങ്കിൽ പ്രതിഭയ്ക്കെതിരായ വികാരം ഉണ്ടായിരുന്നു. 48 അംഗ മണ്ഡല കമ്മിറ്റിയിൽ 45 പേര് യു പ്രതിഭയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരും. പക്ഷേ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം സംസ്ഥാന കമ്മിറ്റിയിലടക്കം ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മത്സരിക്കാനിറങ്ങി അമ്പയെ പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായിട്ട് MLA ആയിട്ടിരുന്ന വ്യക്തിയാണ്. എന്താണെങ്കിലും തന്നെ വിജയിപ്പിക്കുന്നതിൽ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൽ കായംകുളത്തെ CPM പ്രവർത്തകർ പരാജയപ്പെട്ടുവെന്ന് മുൻ MLA യു പ്രതിഭ പറയുന്നു.